Good afternoon. Good afternoon. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ നാബിനെ കുറിച്ചാ പറഞ്ഞല്ലേ. നാബ് എന്താണ്? എക്സ്പാൻഡഡ് ഫോം നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നാബ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്? നാബില് നമ്മൾ മെയിൻലി ഡിവൈഡ് ദ ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻ അല്ലേ നമ്മൾ പറഞ്ഞത്. നാബ് നമ്മൾ ഹോസ്പിറ്റലുകളെ ഇപ്പൊ നമ്മൾ ഒരു ഒറ്റ ഇതായിട്ടല്ല അവര് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നാബ് ഹോസ്പിറ്റലുകളെ 2 സെക്ഷനായിട്ട് 2 ഡിവിഷനായിട്ട് അവിടെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നാബ് മെയിൻലി ഡിവൈഡ് ദ ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻ. എന്തൊക്കെയാണ്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അവിടെ എങ്ങനെയാണ്? വിത്ത് ലെസ് ദാൻ 15 ബെഡ്സ്, 50 ബെഡുകളിൽ താഴെയുള്ള ചെറിയ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. അത് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളൊക്കെ ഇല്ലേ നമ്മുടെ വീടിന്റെ അടുത്തുള്ള കമ്മ്യൂണിറ്റി സെന്റർ, ഹെൽത്ത് സെന്ററുകളൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അവിടെ ചെറിയ എന്ന് വെച്ചാൽ 15 ബെഡ്സിൽ താഴെയായിരിക്കും, അവിടെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അങ്ങനെ ഒരു 15 ബെഡ്സ് അതിൽ താഴെയുള്ള ഹോസ്പിറ്റലുകൾ. രണ്ടാമത്തെ SCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ്, 50 ബെഡ്സിൽ കൂടുതലുള്ളത്. നമ്മുടെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ പോലെ ഒരു മീഡിയം സൈസ് ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ അതൊക്കെ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 15 ബെഡ്സ്, 50 ബെഡ്സിൽ കൂടുതലുള്ളത്. അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നാബ് ഹോസ്പിറ്റലുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. SHCOയും HCOയും. അതിന് രണ്ടിന്റെ ഒന്ന് എക്സ്പാൻഡഡ് ഫോം നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. മെയിൻ നാബ് ഗൈഡ് ബുക്ക് ഫോർ സ്റ്റാൻഡേർഡ്സ് ഹാസ് 10 chapters with 100 standards and 651 objective elements. ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തെടുക്കാം. നാബ് ടെക്സ്റ്റ് ബുക്ക് ഓർ സ്റ്റാൻഡേർഡ്സ്, ടെക്സ്റ്റ് ബുക്കില് നാബിന്റെ ആ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കാനുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക്, ആ ഒരു മാനദണ്ഡങ്ങളൊക്കെ ഉള്ള ആ ഒരു ഗൈഡ് ബുക്കില് നമ്മൾ 10 ചാപ്റ്റർ, 10 ചാപ്റ്റർ അതിനകത്ത് ഓരോന്നിനും വിത്ത് 100 സ്റ്റാൻഡേർഡ്സ്, 100 സ്റ്റാൻഡേർഡുകളുള്ള 10 ചാപ്റ്റേഴ്സ് ആണ് അതിനകത്തുള്ളത്. ആൻഡ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റാൻഡേർഡ്സ് refers to a set goal for the performance. അവരുടെ പെർഫോമൻസിനായിട്ടുള്ള നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പെർഫോമൻസ്, ആ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് അപ്പൊ ഒരു അവരുടെ ഗോൾ എന്താണ്? ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ കിട്ടുക എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഗോൾസ്, ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത്. റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഗോൾ ഫോർ ദ പെർഫോമൻസ്. ഒരു പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായ ഘടകങ്ങൾ, ഒബ്ജക്റ്റീവ് എലമെന്റ്സുകൾ. എലമെന്റ് എന്ന് പറഞ്ഞാൽ കം അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ്, ഓരോ സ്റ്റാൻഡേർഡുകൾക്കും കീഴിൽ വരുന്നതാണ് ഇത് എലമെന്റ്സ് എന്ന് പറയുന്ന ഘടകങ്ങൾ, ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദ പെർഫോമൻസ്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എലമെന്റ്സ് യൂസ്ഡ് ടു മോണിറ്റർ ദ പെർഫോമൻസ്. പെർഫോമൻസ് എങ്ങനെയാണ്, ഹോസ്പിറ്റലിന്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഉള്ളത് ഒന്ന് മോണിറ്റർ ചെയ്യാൻ, നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എലമെന്റ്സ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ആ ഗൈഡ് ബുക്കില് 10 ചാപ്റ്റർ വിത്ത് 100 സ്റ്റാൻഡേർഡ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. എത്ര ചാപ്റ്റർ ഉണ്ട്? 100 സ്റ്റാൻഡേർഡുകൾ, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. സ്റ്റാൻഡേർഡ് എന്തിനെ കാണിക്കുന്നത്? റെഫേഴ്സ് ടു സെറ്റ് ഗോൾസ് ഫോർ ദ പെർഫോമൻസ്. പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റാൻഡേർഡുകൾ. എന്നാൽ എലമെന്റ്സ് എന്ന് പറയുന്നത് പെർഫോമൻസ് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എലമെന്റ്സ്. അവരുടെ പെർഫോമൻസ്, ആ പ്രകടനം എങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നതാണ് എലമെന്റ്സ്. അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ.
Standard refers to a set goal for the performance and the elements is used to monitor the performance. ഇനി നോക്കിയേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, അപ്പൊ നമ്മൾ എത്ര പറഞ്ഞേ? 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതില് 102 102 കോർ കാറ്റഗറിയിൽ വരുന്നതാണ്. CORE കോർ കാറ്റഗറി, അതായത് പ്രധാന വിഭാഗത്തിൽ വരുന്നതാണ്. 102 എത്ര ഇതിൽ വരുന്നതാണ്? പ്രധാന വിഭാഗം കോർ കാറ്റഗറിയിൽ വരുന്നതാണ്. which are essentially evaluated during the assessment. അവര് ഇത് അസസ് ചെയ്യുന്ന സമയത്ത് എസെൻഷ്യലി അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ വളരെ പ്രധാനമായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനപരമായി വിലയിരുത്തപ്പെടുന്നവയാണ് 102 ഇലമെന്റുകൾ. അതെന്തായാലും നമുക്ക് എസെൻഷ്യൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അസസ്മെന്റ് സമയത്ത് നമ്മൾ അത് വളരെയധികം അത്യാവശ്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് 102 ഇലമെന്റ്സുകൾ. ഓക്കെ, 102 core category which are essentially evaluated during the assessment. അസസ്മെന്റ് സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. എസെൻഷ്യലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ട്, അതായത് വളരെ അടിസ്ഥാനപരമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഇത് കോർ കാറ്റഗറിയിൽ വരുന്ന 102 ഇലമെന്റ്സുകൾ. അതില് ഇനി നോക്കിയേ, 459 ആർ ഇൻ കമ്മിറ്റ്മെന്റ് കാറ്റഗറി. രണ്ടാമത്തെ കേട്ടോ, കമ്മിറ്റ്മെന്റ് കാറ്റഗറി 159 കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. വിച്ച് വിൽ ബി ഇവാലുവേറ്റഡ് ഡ്യൂറിംഗ് ഫൈനൽ അസസ്മെന്റ്. ഇപ്പോഴാണ് ഫൈനൽ അസസ്മെന്റ്. നമുക്ക് അന്തിമ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടുന്ന ഇലമെന്റ്സുകളാണ് ഏത്? 459. അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നേ? കമ്മിറ്റ്മെന്റ് കാറ്റഗറി. which will be evaluated during final assessment. അന്തിമ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണ് ഏത്? 459 ഇലമെന്റ്സുകൾ. അതിനെ നമുക്ക് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഇനി നെക്സ്റ്റ് 60 ആർ ഇൻ അച്ചീവ്മെന്റ് കാറ്റഗറി. അതിൽ 60 അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. നേട്ട വിഭാഗം എന്ന് പറയും. അതായത് which will be checked out during surveillance assessment. ഇതാണ് അവ നിരീക്ഷണ മൂല്യനിർണയ വേളയിൽ പരിശോധിക്കപ്പെടുന്ന എലമെന്റ്സുകളാണ്. നിരീക്ഷണ മൂല്യനിർണയ വേളയിൽ അസസ് ചെയ്യുന്ന എലമെന്റ്സുകളാണ് ഏത്? 60. അതിനെ ഏത് കാറ്റഗറിയിലാണ് പെടുത്തിയേക്കുന്നത്? അച്ചീവ്മെന്റ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. ലാസ്റ്റ് 30, ബാക്കിത്തെ 30 എക്സലൻസ് കാറ്റഗറി. Then which will be evaluated during re-accreditation. അതായത് റീഅക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തപ്പെടുന്ന ഇലമെന്റ്സിനെ നമ്മൾ ഇതിനകത്ത് പെടുത്തിയേക്കുന്നത് അങ്ങനെയുള്ള 30 ഇലമെന്റ്സിനെ അതിനെ എക്സലൻസ് കാറ്റഗറിയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിനകത്ത് നിന്ന് നമ്മൾ ഓരോ കാറ്റഗറി നോക്കുക. 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. അപ്പൊ മൊത്തത്തില് 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സിനെ നമ്മൾ അത് 4 കാറ്റഗറിയിലായിട്ടാണ് തിരിച്ചേക്കുന്നത്. കോർ കാറ്റഗറി, കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അച്ചീവ്മെന്റ് കാറ്റഗറി, എക്സലൻസ് കാറ്റഗറി. അതില് 102 കോർ കാറ്റഗറിയിൽ വരുന്നതാണ്. അതെന്തായാലും അടിസ്ഥാനപരമായി നിരീക്ഷിക്കപ്പെടുന്ന ഇലമെന്റ്സ് ആണ്, ഒബ്ജക്റ്റീവ് ഇലമെന്റ് ആണ് 102. അതെന്തായാലും നമുക്ക് അത് ബേസിക് ആയിട്ടുള്ള ഇതാണ്, ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഇതാണ് 102 ഒബ്ജക്റ്റീവ് ഇലമെന്റ്. അതിൽ 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ അത് ഫൈനൽ അസസ്മെന്റ് സമയത്ത് മാത്രം ഇത് ചെയ്യുന്ന മൂല്യനിർണ്ണയം നടത്തുന്നതാണ്, ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ഫൈനൽ അസസ്മെന്റില് സമയത്ത് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഇനി അടുത്ത് നോക്കിയ 60 അച്ചീവ്മെന്റ് കാറ്റഗറിയില് അതെപ്പോഴാണ്? അവ നിരീക്ഷണ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തി പരിശോധിക്കുന്ന കാര്യമാണ്. 30 ഏതാണ്? എക്സലൻസ് കാറ്റഗറിയിൽ വരും. അത് റീ അക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തപ്പെടുന്ന ഇലമെന്റ്സുകളാണ്. ആ പാരഗ്രാഫിൽ അത് 4 കാറ്റഗറി നോക്കുക കേട്ടോ. അത് ഏതൊക്കെയാന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കാം. 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്നുള്ളത്. 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സിനെ നമ്മൾ 4 കാറ്റഗറിയിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് നാബിന്റെ സ്റ്റാൻഡേർഡുകളാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. 2 ചോദിക്കാം. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്നത് ഏത്? ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്നത് ഏതെന്ന് ചോദിക്കാം. അപ്പൊ നോക്കിയേ, ഫസ്റ്റത്തെ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്. അതെന്താ? നമ്മൾ രോഗിയെ
കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. അവിടെ പേഷ്യന്റിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നാബ് സ്റ്റാൻഡേർഡുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതാണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങള്. അത് ഏതൊക്കെയാന്ന് നോക്കിയേ. അസസ്, അതായത് പ്രവേശനം, എൻട്രി, അസസ്മെന്റ്, വിലയിരുത്തല്, ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, പരിചരണത്തിന്റെ തുടർച്ച, കണ്ടിന്യൂറ്റി. ഇതെല്ലാം പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ്. അസസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. പിന്നെ അടുത്തത് കെയർ ഓഫ് പേഷ്യൻസ്, പേഷ്യൻസിന്റെ കൊടുക്കുന്ന കെയർ ഓഫ് പേഷ്യൻസ്. ദെൻ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻസുകള്, നമ്മൾ അതിന്റെ ഒരു മാനേജ്മെന്റ്, മരുന്നുകളുടെയൊക്കെ മാനേജ്മെന്റ്, എല്ലാ മരുന്നുകളും കറക്റ്റ് ആയിട്ടാണോ കൊടുക്കുന്നത്, അങ്ങനെയുള്ളത്. മെഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ടല്ലേ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ പോകുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു മാനേജ്മെന്റ്. അതും ആരെ കേന്ദ്രീകരിച്ച? പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ട് വരുന്നതാണ് മെഡിക്കേഷൻ. പേഷ്യൻസിനല്ലേ മരുന്നുകൾ കൊടുക്കുന്നത്, അത് പേഷ്യന്റ് സെന്റേർഡിൽ വരുന്നതാണ്. ദെൻ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, പേഷ്യൻസിന്റെ അവകാശങ്ങള്, ഹോസ്പിറ്റലിലൊക്കെ പേഷ്യൻസിനുള്ള അവകാശങ്ങൾ, അവരുടെ ഈ ഓരോ ഇതിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ, അവയർനെസ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നതിലും അങ്ങനെയുള്ള ഹെൽത്ത് എഡ്യൂക്കേഷനും ഒക്കെ അതിനകത്ത് വരുന്നു. പിന്നെ ഈ ലാസ്റ്റ് വരുന്ന ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇതെല്ലാം പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. ഇത് എക്സാമിന് ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്? സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ്? അസസ്, assessment and continuity of care, then care of patient, management of medication, patient right and education, hospital infection control. Clear ആയോ? അതിൽ ഏതിൽ വരുന്നാന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതില് ബാക്കിയെല്ലാം പേഷ്യൻസ് നമുക്ക് എന്താ വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതെല്ലാം പേഷ്യന്റിന് കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ, മരുന്നുകളും അത് പേഷ്യന്റിനാണല്ലോ, അങ്ങനെ വിചാരിച്ചാൽ മതി. മെഡിക്കേഷൻസ് ഒക്കെ പേഷ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്താണല്ലോ. പിന്നെ പേഷ്യൻസിന്റെ അവകാശങ്ങൾ, എഡ്യൂക്കേഷൻ ഒക്കെ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ പേഷ്യന്റിന്റെ ആവശ്യമല്ലേ, ഇൻഫെക്ഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും ഒക്കെ ഹോസ്പിറ്റലിന്റെ ആവശ്യമാണ്. പേഷ്യൻസിന് വേറെ രോഗങ്ങളൊക്കെ വരാതിരിക്കാനും ഒക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ അതൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം പേഷ്യന്റിനെയാണ് അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. അടുത്ത് നോക്കി, ഓർഗനൈസേഷൻ, ആ ഒരു ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, ഒരു ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. നോക്കിയേ, പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, പേഷ്യന്റിന്റെ സുരക്ഷിതത്വം, ക്വാളിറ്റി, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഇതെല്ലാം ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് അത് ആരെയാണ്? അവിടെ ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാന്ന് നോക്കാം. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ROM, റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, എല്ലാത്തിന്റെയും അതിന്റെ ഷോർട്ട് ഫോം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നോക്കി വെക്കാം. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, ഫെസിലിറ്റി സൗകര്യങ്ങള്, അതിന്റെ മാനേജ്മെന്റ്, പേഷ്യൻസിനൊക്കെ ആവശ്യമുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതൊക്കെ ഹോസ്പിറ്റലിനല്ലേ ആ ഫെസിലിറ്റികളിൽ വേണ്ടത്. അപ്പൊ ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചിട്ടാണെന്ന് ഓർത്ത് വെക്കുക. ഫെസിലിറ്റി മാനേജ്മെന്റ്, അതുപോലെ അവരുടെ സേഫ്റ്റി, പിന്നെ അടുത്ത HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, IMS, ഇതെല്ലാം ഓർഗനൈസേഷൻ സെന്റേർഡിൽ വരുന്നതാണ്. ഒന്നുകൂടി വേഗം ഒന്ന് വായിച്ചേ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അതിലെല്ലാത്തിനും മാനേജ്മെന്റ് എന്നുള്ളൊരു വേർഡ് അവിടെ വന്നിട്ടുണ്ട്. ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ വേണം കേട്ടോ. നമ്മൾ പേഷ്യന്റ് സെന്ററിൽ ഒരു മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞോളൂ, മെഡിക്കേഷൻ മാനേജ്മെന്റ്, അതൊഴിച്ച് ബാക്കി എല്ലാ മാനേജ്മെന്റ് ചേർത്ത് വരുന്നതൊക്കെ ഓർഗനൈസേഷൻ സെന്ററിൽ വരുന്നതാണ്. ആ ഒരു രീതിയിൽ നിങ്ങളുടേതായ ഒരു ടെക്നിക്കും കൂടി യൂസ് ചെയ്യാം. നമുക്കൊന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ,
അതിനകത്ത് ഏതിന്റെ കീഴിൽ വരിക എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിന്റെ കീഴിൽ വരുന്ന ഏത്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്നത് ഏത് എന്നുള്ളത്. നമ്മൾ ചില ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യൂലേ, നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി ഇതിനുള്ള പോയിന്റ്സുകൾ ഒന്ന് കണക്ട് ചെയ്തോ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വല്ല കോഡുകൾ കൊടുത്തോ, അങ്ങനെയൊക്കെ. നമുക്ക് എന്തായാലും ആൻസർ കറക്റ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് നിങ്ങളുടേതായ എന്തെങ്കിലും ഇത് കോൺട്രിബ്യൂഷൻസ് അവിടെ കൊടുക്കാം, നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് മാനേജ്മെന്റ് എന്നുള്ളതല്ല പറഞ്ഞ ഫസ്റ്റ് വെച്ച് ബാക്കി എല്ലാത്തിനും മാനേജ്മെന്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് പേഷ്യന്റ് സെന്റേർഡ് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ ആയിരുന്നു. ബാക്കി എല്ലാ മാനേജ്മെന്റ് എന്നുള്ളത് വന്നത് ഓർഗനൈസേഷൻ സെന്റേർഡിൽ വരുന്നതാണ്. അങ്ങനെ ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ പെട്ടെന്ന് നോക്കിയപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. ഇനി വരുന്നത് നാബിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. നാബ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ KPIS. അത് key performance indicator assist in helping to systematically monitor ചെയ്യാന്ന് വെച്ചാൽ എന്താ, നിരീക്ഷിക്കുക. മോണിറ്റർ, അസസ് ആൻഡ് കണ്ടിന്യൂവലി എൻഹാൻസ് സർവീസ് പെർഫോമൻസ്. അപ്പൊ സർവീസ് പെർഫോമൻസ്, ഹോസ്പിറ്റലിന്റെ ആ പെർഫോമൻസ്, സർവീസ് പെർഫോമൻസ് നിരീക്ഷിക്കുന്നതിനും അതിനെ അസസ് ചെയ്യുക, വിലയിരുത്തുന്നതിനും, അതുപോലെ അവർക്ക് ആ പെർഫോമൻസുകളൊക്കെ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി, അത് പിന്നെയും തുടർന്നുകൊണ്ട് പോകണം അല്ലെ, അതിന്റെ കണ്ടിന്യൂറ്റി, ഇതൊക്കെ അസസ് ചെയ്യാനാണ് ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ സിസ്റ്റമാറ്റിക്കലി മോണിറ്റർ, അസസ് ആൻഡ് കണ്ടിന്യൂലി എൻഹാൻസ് സർവീസ് പെർഫോമൻസ്. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ലാബിന്റെ ഓരോ 4 വർഷം കൂടുമ്പോഴും അവര് മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ഒരു പ്രാവശ്യം അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു 4 വർഷം കഴിയുമ്പോൾ വീണ്ടും അത് അവര് വീണ്ടും അത് പരിശോധിക്കും. അതെ, പിന്നീട് അടുത്ത സെക്ഷനിൽ നോക്കും. അപ്പൊ അവിടെ 4 വർഷം കഴിഞ്ഞിട്ടും പിന്നെ ആ ക്വാളിറ്റി അവർ കണ്ടിന്യൂലി അതാന്ന് വെച്ചാൽ അവരുടെ അത് തുടർന്നു കൊണ്ട് പോകണമെങ്കിൽ മാത്രമാണ് അടുത്ത 4 വർഷത്തേക്ക് അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അവരുടെ സർവീസ് പെർഫോമൻസ് നിരീക്ഷിക്കുന്നതിനും അതിനെ ഒരു വിലയിരുത്തുന്നതിനും അത് കണ്ടിന്യൂലി എൻഹാൻസ്, അതായത് അതിന് നമ്മളത് തുടർന്നു കൊണ്ട് പോകുന്നതിനും ആ പെർഫോമൻസ് ക്വാളിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിനും ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഹെൽപ്പ് ചെയ്യും. By themselves, KPIS cannot improve performance. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വയം, by themselves, സ്വയം KPIS ഈ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല, സ്വയം ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. However, they do provide a sign post. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവര് ചില സൈൻ പോസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. That signal progress towards goals and objectives as well as opportunity for sustainable progress. ഒരു സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു നിലനിൽപ്പിന്, ഈ അവർക്കുടെ ഒരു പുരോഗതിക്ക് സ്വയം അവർക്ക് KPIS പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ കഴിയില്ലെങ്കിലും അതുകൊണ്ട് എന്നിരുന്നാലും എന്ത് ചെയ്യുന്നു, അവർക്കുടെ ഗോള്, അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടുക എന്നുള്ളതാണ് ഗോള്. അപ്പൊ അവർക്ക് എന്താണ്, ഗോൾസിലേക്കും ഒബ്ജക്റ്റീവിലേക്കുമുള്ള പുരോഗതിയിലെ ഒരു അതാണ് മലയാളം സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞ സുസ്ഥിരമായിട്ടുള്ള ഒരു പുരോഗതിയിലേക്കുള്ള ഒരു അവസരങ്ങളും സൂചിപ്പിക്കുന്ന ഒരു സൈൻ പോസ്റ്റുകൾ ഈ നാബ് നൽകുന്നു എന്നുള്ളത്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹോസ്പിറ്റലിലെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ആ പ്രൊവൈഡ് ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങൾ അവര് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അതാണ് നമുക്ക് ഇനി താഴെ തന്നിരിക്കുന്നത്. ഈ ഇക്വേഷൻസ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതെല്ലാം നാബിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഓരോന്നും 32 എണ്ണം പറഞ്ഞിട്ടുണ്ട് സൂചകങ്ങള്, നമുക്ക് നാബ് നോക്കുന്ന കാര്യങ്ങള്. അപ്പൊ ഇങ്ങനെയുള്ള ഇതെല്ലാം ഈ ഓരോ ഇതും കറക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്, അതിന്റെ കറക്റ്റ് പെർസെന്റേജ് വരുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അക്രഡിറ്റേഷൻ ലഭിക്കുള്ളൂ, ആ ഹോസ്പിറ്റലിന് ഒരു അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ.
അപ്പൊ ഇവിടെ തന്നേക്കുന്ന കുറച്ച് ഫോർമുലാസ് എന്ന് പറയുന്നത് ഇതിന്റെ ആ പെർസെന്റേജ് അല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് ഇതില് എത്രത്തോളം ഹോസ്പിറ്റലുകൾ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് നോക്കിയിട്ടാണ് അക്രഡിറ്റേഷൻ നൽകുന്നത്. അപ്പൊ അതിനു വേണ്ടി അക്രഡിറ്റേഷൻ ഈ നാബിന് ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങള്, അതായത് അത് എന്താ പറയാ, അതിന് അംഗീകാരം കൊടുക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ്, മാനദണ്ഡങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. The key performance indicator are likely to monitor by ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ നിരീക്ഷിക്കാനായിട്ട് ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ സഹായിക്കുന്നു എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഒരു ഓർഗനൈസേഷൻ മോണിറ്റർ ചെയ്യണം. അവരുടെ ഓരോ കാര്യങ്ങളും, ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും മോണിറ്റർ ചെയ്തിട്ട് അത് 100% ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. ഇവിടെ ഫോർമുലാസ് നോക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. അതിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഞാൻ നോട്ട് ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ അതിന്റെ ഒപ്പം തന്നെ ഒന്ന് ടിക്ക് ഇട്ട് പോവുക കേട്ടോ. അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് തന്നത്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇതിന്റെ ഇക്വേഷൻസ് ആണ് ഇതിനകത്തുനിന്ന് ചോദിക്കുന്നത്. ഈ ഒരു സെക്ഷൻ, ഇനിയുള്ള സെക്ഷനുകളിൽ ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. എക്സാമിന് ഫൈൻഡ് ഔട്ട് ദ ഫോർമുല എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അതിനകത്ത് പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് അതിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ പോലെ 1-2 സെന്റൻസ് തന്നിട്ടുണ്ടെന്നുള്ളൂ. അതിനകത്തുനിന്ന് ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കുക. ഇക്വേഷൻസ് പഠിക്കാനും എളുപ്പമുണ്ട്. നമ്മുടെ ആ ഫസ്റ്റ് ഹെഡിങ് ഇല്ലേ, ആ ഒരു ഹെഡിങ് എന്തായാലും ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഫൈൻഡ് ഔട്ട് ദ ഫോർമുല എന്ന് പറഞ്ഞാൽ ഹെഡിങ് ഉണ്ടാവും. അതിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു മെമ്മറി, നമ്മുടെ ഒരു ബുദ്ധി വെച്ചിട്ട് തന്നെ നമുക്കിത് എഴുതാവുന്ന കാര്യമുള്ളൂ. ഒന്ന് എന്താ പറയാ, ഒന്ന് ചിന്തിക്കണം, അത്രേ ഉള്ളൂ. ബാക്കി കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ബുദ്ധിയായിട്ടൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ 1-2 പറയുമ്പോൾ നിങ്ങൾക്ക് അത് അതിന്റെ ആ ഒരു നേക്ക് എങ്ങനെയാന്നുള്ളത് കിട്ടും. ഓക്കെ, ഫസ്റ്റത്തെ നമ്മള് ഇൻഡിക്കേറ്റർ ഈ നാബ്, ഇതിപ്പോ മനസ്സിലാക്കി വെക്കാം. ഈ തന്നേക്കുന്ന കാര്യങ്ങളെല്ലാം നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലുകളിലെ നോക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം 100% ഓക്കെയാണ്. ഇതെല്ലാം ഹോസ്പിറ്റലുകൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുകയുള്ളൂ. അതിന് ഫസ്റ്റത്തെ നോക്കുന്നത് ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. എന്താ പറഞ്ഞേക്കുന്നത്? ഈ പ്രാഥമിക വിലയിരുത്തലിനായി എടുക്കുന്ന സമയം. എന്താണ്? ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ഇത് നോക്കും, പ്രാഥമിക വിലയിരുത്തലിനായിട്ട് എടുക്കുന്ന സമയം. ഫസ്റ്റ് ഇത് നോക്കിയേ, എന്താ പറഞ്ഞേക്കുന്നത്? The time should begin from the time that the patient has reached at the bed of the ward will till the time that the initial evaluation has been completed by a doctor. ഏത് സമയം നോക്കിയേ? When the time should begin from the time that the patient has reached at a bed of the ward. ഒരു പേഷ്യന്റ് വാർഡിലെ ബെഡില് എത്തിച്ചേർന്ന സമയം മുതൽ, ഇപ്പൊ വാർഡില് ബെഡിലേക്ക് എത്തിച്ചേർന്ന സമയം മുതൽ എവിടെ വരെയാ? till the time that the initial evaluation has been completed. ഒരു ഡോക്ടർ, completed by a doctor, ഒരു ഡോക്ടർ പ്രാഥമിക മൂല്യനിർണയം പൂർത്തിയാകുന്നത് വരെ അതിന്റെ ഉള്ളിൽ എടുക്കുന്ന ടൈമാണ് ഏത്? ഇനിഷ്യൽ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റ് വാർഡിലെ ബെഡില് എത്തിയ സമയം മുതൽ ആ ഒരു ഡോക്ടർ ആ ഒരു പ്രാഥമിക പരിശോധന, പ്രാഥമിക മൂല്യനിർണയം പൂർത്തിയാക്കുന്നത് വരെ എടുക്കുന്ന ഒരു ടൈം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പേഷ്യൻസ് ആണെങ്കിലും നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നെ ചിലപ്പോൾ ഡോക്ടർ വരാനായിട്ട് അല്ലെങ്കിൽ നോക്കാനൊക്കെ ഒരുപാട് ടൈം എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
അവിടെ ഒരു നെഗറ്റീവ് ഇതാ വരുന്നത്. നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡോക്ടർ നമ്മളെ നോക്കണം എന്നുള്ളതാണ്. അപ്പൊ ഒത്തിരി നേരം നമ്മൾ വെയിറ്റിംഗിൽ നിൽക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ കൂടുന്നതിന്റെ അനുസരിച്ച് നമുക്കൊരു നെഗറ്റീവ് ഇതാ വരുന്നത് ഹോസ്പിറ്റലിൽ, അല്ലേ? നമ്മൾ പെട്ടെന്ന് നോക്കി അതിന്റെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമുക്കൊരു എല്ലാം ഓക്കെ ആണെന്നുള്ള ഒരു ഇതിലേക്ക് വരാം, അല്ലെ? എല്ലാം പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് പേഷ്യൻസിനെ അത് കൂടുതൽ കെയർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചേരാം. അപ്പൊ ഈ ഒരു ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അതിന്റെ ഫോർമുല നോക്കിയേ, സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ഇനിഷ്യൽ അസസ്മെന്റിനായിട്ട് എടുത്ത സമയം, അപ്പൊ എത്ര സമയം എടുത്തു ഇനിഷ്യൽ അസസ്മെന്റിന് ആ ഡോക്ടർ എടുത്ത സമയം, അതിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. മൊത്തം അവിടെയുള്ള അഡ്മിഷൻ അതിന്റെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പൊ മൊത്തം എത്ര അഡ്മിഷൻ ഉണ്ട്, ആ മൊത്തത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് നമ്മൾ ആ ടൈം ഇനിഷ്യൽ അസസ്മെന്റിന് എടുത്ത ടൈം എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കി അതിന്റെ ഒരു പെർസെന്റേജ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് ആ ഒരു ലെവലിൽ ഹോസ്പിറ്റലിന് എന്ത് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. എന്നിട്ടാണ് അതിന് ആ ഒരു ഇതിന് നമ്മൾ ഓരോന്നും നമ്മൾ നോക്കും. ഇതുപോലെയുള്ള എല്ലാ ഫോർമുലേഴ്സ് ഫോളോ ചെയ്യുന്നെങ്കിൽ മാത്രമാണ് കൊടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോരോ അസസ് ചെയ്യാനുള്ള ഓരോ മാനദണ്ഡങ്ങളാണ് ഈ പറയുന്നത്. അതൊന്ന് നോക്കിയാൽ നിങ്ങൾ അതിന്റെ ഒന്നുകൂടി പറയാമോ? ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഫോർമുലയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ അതൊന്നുകൂടി ക്ലിയർ ആവാനായിട്ട് ഇവിടെ സെന്റൻസ് തന്നേക്കുന്നത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിലയിരുത്തലിനായി എടുത്ത സമയം. കിട്ടിയോ? പ്രാഥമിക വിലയിരുത്തലിനായി എടുത്ത സമയം. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പേഷ്യന്റ് നമ്മൾ വാർഡിലെ ബെഡില് എത്തിച്ചേർന്ന സമയം മുതൽ ആ പേഷ്യന്റ് അഡ്മിറ്റ് ആക്കി, അല്ലെങ്കിൽ ആ ബെഡില് ഡോക്ടർ അസസ് ചെയ്യാന് അതിനൊരു മുന്നേ അവര് എത്തിച്ചേർന്ന സമയമില്ലേ, വാർഡിലെ ബെഡില് എത്തിച്ചേർന്ന സമയം മുതൽ എന്താണ് ഒരു ഡോക്ടർ പ്രാഥമിക ഇനിഷ്യൽ ഇവാലുവേഷൻ, പ്രാഥമിക മൂല്യനിർണ്ണയം കംപ്ലീറ്റ് ആക്കുന്നത് വരെ എടുക്കുന്ന സമയം. ഒരു ഡോക്ടർ അവരെ അസസ് ചെയ്യണ്ടേ, അവരെ ഇവാലുവേറ്റ് ചെയ്യണ്ടേ. അപ്പൊ ആ ഡോക്ടർ എത്തി, ആ ഡോക്ടർ ഇനിഷ്യൽ ഇവാലുവേഷൻ കംപ്ലീറ്റ് ആകുന്നത് വരെ എടുക്കുന്ന സമയമാണ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഫോർമുല നോക്കിയേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച ഫോർമുലയിലേക്ക്. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റിന് എടുത്ത ആ ടൈമിന്റെ ആകെ സമയം കണ്ടോ, സം ഓഫ് ടൈം അതിന്റെ ആകെ സമയം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റിന് എടുത്ത ആകെ സമയത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. അവിടെ മൊത്തം എത്ര അഡ്മിഷൻ ഉണ്ട് അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കണ്ടോ, അതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ മിക്കവാറും എല്ലാത്തിലും തന്നെ നമ്മുടെ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, ഫൈൻഡ് ഔട്ട് ദ ഫോർമുല ദ ടൈം ടേക്കൺ ഫോർ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഓരോന്ന് ഞാൻ ഇമ്പോർട്ടന്റ് ചോദിച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ നോട്ട് ചെയ്യാൻ തരാം. ഫസ്റ്റത്തെ പഠിക്കണം. ഒന്നാമത്തെ ടിക്ക് ഇട്ട് വെച്ചോ നിങ്ങൾ. അപ്പൊ ഇതിനകത്ത് പറയുന്നത് നോക്കിയാൽ ന്യൂമറേറ്ററിൽ ഒന്ന് നോക്കിയേ. ന്യൂമറേറ്ററിൽ നമ്മുടെ ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ന്യൂമറേറ്ററിലേക്ക് വരുന്നത്. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തെ ഓപ്ഷൻസ് തരുമ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഓപ്ഷൻസിൽ ന്യൂമറേറ്റർ ചിലപ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കണ്ടാവും. അപ്പൊ ഓപ്ഷൻ എ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയായിരിക്കും, സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. അടുത്ത ഓപ്ഷൻ ബിയിൽ കൊടുക്കും, ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ ഡിവൈഡഡ് ബൈ സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ദെൻ ഓപ്ഷൻ സിയിൽ കൊടുക്കാം, സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഇൻടു. കണ്ടോ, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളൊരു തേർഡ് ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ഫോർത്തിൽ വേണമെങ്കിൽ നൺ ഓഫ് ദ എബോവ്ന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. നിങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കി എടുക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ശരിക്കും നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഫോർമുല എന്താണ്? ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ഇനിഷ്യൽ അസസ്മെന്റിനായിട്ട് എടുത്ത ടൈം. അപ്പൊ ഇങ്ങനെ ആൻസർ ആദ്യമായത് വരണം, സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. അത് തന്നെയല്ലേ നോക്കിയാൽ ന്യൂമറേറ്ററിൽ കിടക്കണേ. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? മൊത്തം അഡ്മിഷന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ?
ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ ആ ഒരു ഇത് ഫോളോ ചെയ്ത് പോന്നോളൂ. നിങ്ങൾക്ക് പിന്നെ തന്നെ എഴുതാൻ പറ്റും അത്. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിക്കാം. മിക്കവാറും നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ന്യൂമറേറ്ററിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഫുള്ള് കാണാതെ ഫോർമുല എഴുതണ്ട. അവിടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും നമ്മുടെ ആൻസറിന്റെ ഹിൻസുകൾ അവിടെ കിടക്കണ്ടാവും. അതൊന്ന് കറക്റ്റ് ചെയ്ത് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ നോക്കിയേ, സെക്കൻഡ് വൺ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. ഓരോ 1000 ഇൻവെസ്റ്റിഗേഷനിലും റിപ്പോർട്ട് ചെയ്ത ഇററുകളുടെ എണ്ണം. ഇററുകൾ എന്തെങ്കിലും പിശകുകൾ. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ എന്തെങ്കിലും ഇററുകൾ വരാം. റിപ്പോർട്ട് ചെയ്ത ഇററുകൾ 1000 പേരെ നോക്കുമ്പോൾ അതിൽ ചിലപ്പോൾ 5-10 പേർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുന്ന മെഡിക്കേഷൻസിലോ എന്തെങ്കിലും ഇററുകൾ വരാം. അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, എന്താ ഇററാന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അവിടെ റിപ്പോർട്ട് ചെയ്ത ഇററുകളുടെ എണ്ണം അത്രയും ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാ? പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറർ. കണ്ടോ, ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ, ന്യൂമറേറ്റർ എഴുതാൻ അവിടെ ഉണ്ട്. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്. അപ്പൊ അവിടെ ആ റിപ്പോർട്ട് ചെയ്ത എററുകളുടെ എണ്ണത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? മൊത്തം അവിടെ നടത്തിയ ടെസ്റ്റുകൾ അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ അന്ന് ഹോസ്പിറ്റലില് 1000 ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ തന്നെ എടുക്കാം. ഒരു 1000 ടെസ്റ്റുകൾ അവിടെ നടത്തി, 1000 ടെസ്റ്റുകൾ അവിടെ നടത്തി പെർഫോം ചെയ്തു. അതിന് ചിലപ്പോ ഒരു 10 എണ്ണത്തിന് വല്ല എറർ വരാം. അപ്പൊ ഇങ്ങനെ 10 ഡിവൈഡഡ് ബൈ 1000 അല്ലെ, 1000 ഇൻവെസ്റ്റിഗേഷൻ ആയതുകൊണ്ട് into 1000 ചെയ്യുക. ക്ലിയർ ആയോ അത്? അപ്പൊ നമ്മൾ ആ റിപ്പോർട്ട് ചെയ്ത ഇററുകളുടെ എണ്ണത്തെ മൊത്തം ടെസ്റ്റ് അവിടെ പെർഫോം ചെയ്ത ടെസ്റ്റുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, into 1000 ചെയ്യുക. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഇല്ലേ? എല്ലാവരും ചൂണൊക്കെ കഴിഞ്ഞിരുന്ന് ഉറങ്ങിയോ? ഒരു തമ്പ് പോലും ഇടണില്ല ഞാനിവിടെ കിടന്ന് ഇത്രയും ഒച്ചയെടുത്ത് പറഞ്ഞിട്ട്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് തമ്പ് ഇട്ടാ എന്നാലും നിങ്ങൾ ഉറങ്ങാണോന്ന് എനിക്ക് അറിയണ്ടേ. ഓക്കെ, സെക്കൻഡ് ഫോർമുല ആണ്. ഫോർമുലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. അത് എക്സാമിന് എഴുതാനുള്ളൊരു എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. നമ്മുടെ മിക്കവാറും നമ്മുടെ ക്വസ്റ്റ്യന് ആ ഒരു ഇതില്ലേ, അതായിരിക്കും മിക്കവാറും ന്യൂമറേറ്റർ ചെയ്യണം. അൺമ്യൂട്ട് ചെയ്യോ മേഡം? ബിനോയോ? എന്താണ് ബിനോയ്? നമുക്ക് ഇതിന്റെ ഇടയിൽ വേറെ സംസാരിക്കാനുള്ള ടൈമൊന്നും ഇല്ല. നമുക്കിനി വളരെ കൗണ്ട് ഡൗൺ ആണ്. നമുക്ക് കിട്ടുന്ന സമയം വളരെ കുറവുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററും തീർക്കണം, ഇനി ഒരു ചാപ്റ്ററും കൂടി എനിക്ക് തീർക്കാനുണ്ട്. അത് എളുപ്പമുള്ളതാണ്, അത് പിന്നെ പ്രശ്നമില്ല. ഇനിയിപ്പോ ഇതിന്റെ നമ്മുടെ നമുക്ക് ഇതൊക്കെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാം അല്ലെ. നമ്മൾ ഇതൊന്ന് പോർഷൻ തീർക്കട്ടെ. സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഒരു സെക്കൻഡ് ഫോർമുല ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ എഴുതാനുള്ള ഒരു സൂത്രപ്പണിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അതൊന്ന് നോക്കാം, നമ്മൾ പറഞ്ഞ കാര്യമൊക്കെ അതുപോലെയാണോ ഇതിനകത്ത് പറഞ്ഞത്. അപ്പൊ നമ്മളവിടെ എത്ര ടെസ്റ്റുകൾ നടത്തി, അതിൽ എത്ര ഇറർ റിപ്പോർട്ട് ചെയ്തു, അത് നോക്കിയാൽ മതി. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് into 1000. കാണാതെ പഠിക്കണ്ട, ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടാവും. നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. കാണാതെ പഠിക്കുമ്പോഴല്ലേ നമുക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട് തന്നെ. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കുന്നില്ലല്ലോ, ആൻസർ അവിടെ ഓൾറെഡി നിങ്ങളുടെ മുന്നിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിന്ന് വായിച്ചു പോകണം അല്ലെ. നമ്മളൊന്ന് വായിച്ച് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് കറക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി അടുത്ത മൂന്നാമത്തെ നോക്കിയേ, തേർഡ് വൺ, percentage of adherence to safety precaution by staff working in diagnosis. എന്നൊക്കെയാ adherence എന്ന് വെച്ചാൽ പിന്തുടരുക എന്നുള്ളത്, ഫോളോ ചെയ്യുക എന്നുള്ളത്. അത് എന്ത് ഫോളോ ചെയ്യുന്നവരാ? സേഫ്റ്റി പ്രിക്കോഷൻ ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്. ലാബിലൊക്കെ വർക്ക് ചെയ്യുന്നവരില്ലേ, അല്ലെങ്കിൽ എക്സ്റേയിലൊക്കെ വർക്ക് ചെയ്യുന്നവര്. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകള് സേഫ്റ്റി പ്രിക്കോഷൻസ് ഫോളോ ചെയ്യുന്നത്, ആ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്ന സ്റ്റാഫുകളുടെ പെർസെന്റേജ് അതെങ്ങനെ കണ്ടുപിടിക്കാം? ഫോർമുല നമ്പർ ഓഫ്, കണ്ടോ അവിടെ കിടക്കുന്നുണ്ട്, ആൻസർ അവിടെ ഉണ്ട്, ന്യൂമറേറ്റർ അവിടെ ഓൾറെഡി ഉണ്ട്. നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻ ഡിവൈഡഡ് ബൈ, അതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്
ഇൻറ്റു 100. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, പെർസെൻറ്റേജ് ആണ് കാണണമെങ്കിൽ നിങ്ങളുടെ ആൻസറിൽ ഇൻറ്റു 100 എന്ന് ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. പെർസെൻറ്റേജ് അല്ലേ, അപ്പൊ അതുകൊണ്ട് ഇൻറ്റു 100 എന്നുള്ളത് അവിടെ ഉണ്ടാവും, ഒരു വാല്യുവേഷൻ പോലെ അവിടെ ഉണ്ടാവും. ഇനി അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണം അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? മൊത്തം അവിടെയുള്ള സ്റ്റാഫുകളുടെ എണ്ണം കൊണ്ട്, നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റർ ചെയ്യാന്ന് വെച്ചാൽ കണക്കിലുള്ള ആ റൂമില് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ കണക്കിലുള്ള സ്റ്റാഫുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഒരു ലാബില് 50 സ്റ്റാഫുകൾ അവിടെ ഉണ്ടെങ്കിൽ അതിലൊരു 30 പേരാണ് അല്ലെങ്കിൽ ഒരു 10% പേരാണ് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ വെറുതെ സാധാരണ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്താ പറയാ, ഹോസ്പിറ്റലില് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് അവര് അത് ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്റെ പെർസെൻറ്റേജ് നോക്കും. അതില് നമ്മൾ എല്ലാവരും ഓക്കെയാണ്, എല്ലാവരും ഇതിന്റെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഔട്ട് ഓഫ് 100% ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊന്നും നോക്കണ്ട, ആ ഒരു കാര്യം അവിടെ ടിക്ക് മാർക്കാണ് നമുക്ക്, അല്ലെ? അപ്പൊ ആ ഒരു സെക്ഷനിൽ അവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഓരോന്നും അവിടെ ചെക്ക് ചെയ്ത് പോകുന്നത്. അപ്പൊ എല്ലാവരും സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുക. അതല്ലേ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതിന്റെ നമുക്ക് പേഷ്യൻസിന്റെ ഇതാണെങ്കിലും അവർക്കിടെ ആണെങ്കിലും എല്ലാത്തിന്റെയും പ്രിക്കോഷൻസ് ഇടണം എന്നുള്ളത് നമ്മള് എന്താ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഇങ്ങനെ വെച്ചാൽ പോരാ, അവർക്കൊരു കോട്ടും തയ്ച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള PPE കിറ്റുകൾ കൊടുത്താൽ പോരാ, അത് അവര് ധരിക്കുകയും ചെയ്യണം, അല്ലെ? എങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, 100%ഉം ആ ഹോസ്പിറ്റല് നല്ലൊരു ക്വാളിഫൈഡ് ആണ്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അപ്പൊ കണ്ടോ, ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവരും അവര് നാബ് നോക്കുന്നുണ്ട്. ഓക്കെ, അക്രഡിറ്റേഷൻ കൊടുക്കാൻ ഇങ്ങനെയുള്ളത് നോക്കുന്നുണ്ട്. ക്ലിയർ ആയോ? മൂന്നാമത്തെ, സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണത്തെ മൊത്തം ആ അവിടെ കണക്കിലുള്ള സ്റ്റാഫുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ഇക്വേഷൻ പഠിച്ചു പെട്ടെന്ന് അല്ലെ? ഇനി അടുത്ത നാലാമത്തെ ടിക്ക് ചെയ്തോ. അപ്പൊ ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞു ടിക്ക് ചെയ്ത് ഇടാൻ പറഞ്ഞായിരുന്നു. ഇനി നാലാമത്തെ നോക്കി, മെഡിക്കേഷൻ ഇറർ റേറ്റ്. മെഡിക്കേഷൻ ഇറർ റേറ്റ്. A medication error is any preventable എന്ന് വെച്ചാൽ എന്താ, തടയാവുന്ന സംഭവമാണ്, തടയുന്ന സംഭവമാണ്. മെഡിക്കേഷൻ ഇറർ is any preventable event that may cause or lead to unsuitable medication use or patient harm while the medication is in the control of healthcare professional, patient or consumers. എന്താ പറഞ്ഞേക്കുന്നത്, മെഡിക്കേഷൻ ഇറർ റേറ്റ് എന്ന് പറഞ്ഞാൽ മരുന്നുകളുടെ പിശകുകളുടെ എണ്ണം, അതിന്റെ നിരക്ക് റേറ്റ് ആണ്. മരുന്നിന്റെ പിശകുകളുടെ റേറ്റ്, ഇറർ, മെഡിക്കേഷൻ ഇററിന്റെ റേറ്റ്. അതായത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഫഷണലിന്റെയോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിന്റെയോ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിക്കേഷൻ, ആ ഒരു പേഷ്യന്റിന് സ്യൂട്ട് അല്ലാത്ത മരുന്നുകളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുന്നത് കണ്ടോ, ഓർ യൂസ് ദ പേഷ്യന്റ് ഹാം, പേഷ്യന്റിന് ആ മരുന്ന് കഴിച്ചാൽ എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ, അലർജിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മരുന്നുകളുടെ ഉപയോഗത്തിനോ അത് രോഗിക്ക് ദോഷം വരുത്തുന്നതിനോ കാരണമായേക്കുന്ന സംഭവങ്ങളുടെ നിരക്ക്, അത് തടയാവുന്ന സംഭവം. അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാല് നല്ലതല്ല, ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പൊ അവർക്ക് നമുക്ക് എല്ലാം കൊടുക്കുന്ന മരുന്നുകൾ പേഷ്യൻസ് കൊടുക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ദോഷമാണെങ്കിൽ ആ ഹോസ്പിറ്റൽ നല്ലതാണോ? അല്ലെ? അപ്പൊ അത് നോക്കും, അതിന്റെ പെർസെൻറ്റേജ്. അപ്പൊ അവിടെ ആ പെർസെൻറ്റേജ് കുറവാ കാണിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നല്ല ഹോസ്പിറ്റലാണ്, അതിനനുസരിച്ചുള്ള ഇവിടെ പെർസെൻറ്റേജ് ആണോ കാണുന്നതെന്നാ, അവിടെ പെർസെൻറ്റേജ് എന്നുള്ളതിന്റെ അവിടെ തന്നിട്ടില്ല എന്നുള്ളൂ കേട്ടോ. പെർസെൻറ്റേജ് ഓഫ് മെഡിക്കേഷൻ ഇറർ എന്നുണ്ട്, അവിടെ പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. അതാണ് ഇൻറ്റു 100 ചെയ്തേക്കുന്നത്. അവിടെ ആ ക്വസ്റ്റ്യനിൽ അവിടെ നമ്മുടെ പ്രിന്റഡിൽ എഴുതാത്തതാണ്, ആൻസറിൽ ഉണ്ടല്ലോ 100 എന്ന് കണ്ടു കഴിഞ്ഞാൽ പെർസെൻറ്റേജ്. നിങ്ങൾ പെർസെൻറ്റേജ് കാണാനായിട്ട് നമ്മൾ 100 കൊണ്ടല്ലോ ചെയ്യുന്നത്. പെർസെൻറ്റേജ് ഓഫ് മെഡിക്കേഷൻ ഇറർ റേറ്റ് എങ്ങനെയാ, അതിന്റെ ഫോർമുല ഒന്ന് നോക്കി. അപ്പൊ എന്തെന്ന് കൊടുക്കാം ന്യൂമറേറ്ററിൽ, number of medication error divided by total number of opportunity of medication error. അപ്പൊ മൊത്തം അവിടെ വരുന്ന ഇററുള്ള മെഡിക്കേഷൻ ഇല്ലേ, മരുന്നുകള്, അതിന്റെ എണ്ണത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി ഓഫ് മെഡിക്കേഷൻ, ആ മെഡിക്കേഷൻസ് ഇറർ ഉണ്ടാവാൻ സാധ്യതയുള്ള
മരുന്നുകളുടെ എണ്ണം. റേറ്റ് മീൻ. ഓക്കെ, ശരിയാണ്. റേറ്റ് എന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ഇറർ അല്ലെങ്കിൽ മെഡിക്കേഷൻ ഇറർ റേറ്റ് കേട്ടോ, അങ്ങനെയായാലും മതി. ഓക്കെ, ഞാനത് ശ്രദ്ധിച്ചില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അത് അങ്ങനെ എഴുതിയാൽ മതി. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ഇറർ എന്നാണെങ്കിൽ അങ്ങനെ അത്ര എഴുതിയാൽ മതി. പിന്നെ റേറ്റ് അവിടെ ചേർക്കണ്ട കേട്ടോ. മെഡിക്കേഷൻ ഇറർ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാനും അത് അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ ഫ്രണ്ടിലാണ് നോക്കിയത്. ഓക്കെ, ശരിയല്ല. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ഇറർ അല്ലെങ്കിൽ മെഡിക്കേഷൻ ഇറർ റേറ്റ്. നോക്കിയേ, അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ, അവളുടെ മരുന്നുകളുടെ ആ പിശകുള്ള മരുന്നുകളുടെ ടോട്ടൽ നമ്പർ, അതിന് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി ഓഫ് മെഡിക്കേഷൻ ഇറേഴ്സ്. മെഡിക്കേഷൻ ഇററുകൾ വരാൻ സാധ്യതയുള്ള അവസരങ്ങളുള്ള അതിന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ആ ന്യൂമറേറ്റർ അവിടെ തന്നെ കിടക്കുന്നുണ്ട്, ചോദ്യത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അധികം മാറിപ്പോവാൻ ചാൻസ് ഇല്ല. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒക്കെ തിരിച്ചൊക്കെ ആയിരിക്കും ചോദിക്കുള്ളൂ. അങ്ങനെയായിരിക്കും ഓപ്ഷൻസ് ഇതിൽ വരുന്നത്. ന്യൂമറേറ്റർ എടുത്ത് ഡിനോമിനേറ്ററിലോ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലോ അങ്ങനെയൊക്കെ മാറി മാറി ഇപ്പൊ ചോദിക്കാം. എന്തായാലും ഒരെണ്ണം നമുക്ക് കറക്റ്റ് ആണെങ്കിൽ അടുത്തത് നമുക്ക് അറിയാലോ, അത് തന്നെയായിരിക്കും. നോക്കാം. അടുത്ത് നോക്കിയേ, അഞ്ചാമത്തെ. അപ്പൊ 1ഉം 4ഉം ഒന്ന് ടിക്ക് ഇട്ട് വെച്ചോ കേട്ടോ. അടുത്ത് നോക്കിയേ, അഞ്ചാമത്തെ നോക്കിയേ, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറർ പ്രോൺ അബ്രിവേഷൻസ്. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറർ പ്രോൺ അബ്രിവേഷൻസ്. ഇറർ പ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രിവേഷൻസ് ഒക്കെ എഴുതൂല്ലേ നമ്മള്, ചുരുക്കെഴുത്തുകള് നമ്മൾ പഠിച്ചില്ലേ, കുറെ ടെർമിനോളജിയിലെ കുറെ അബ്രിവേഷൻസ് ഒക്കെ പഠിച്ചതാണ്. അബ്രിവേഷൻ എഴുതുമ്പോൾ നമുക്ക് ഇറർ പിശക് വരാൻ സാധ്യതയുള്ള അതിന്റെ ചാർട്ട്. ഇപ്പൊ നമ്മള് എല്ലാവർക്കും ഇപ്പൊ അബ്രിവേഷൻ ഫോം ഇതാവണമെന്നില്ല, അല്ലെങ്കിൽ അബ്രിവേഷൻസ് വേണമെങ്കിൽ പിശക് വരാം. ചിലപ്പോ നമ്മൾ എഴുതുന്ന ഉദ്ദേശിക്കുന്ന ഇതാവണമെന്നില്ല, ചിലപ്പോ വേറെ ഏതെങ്കിലും. അപ്പൊ അങ്ങനെ വരാൻ സാധ്യതയുള്ള അബ്രിവേഷൻ പിശകുകളുടെ അങ്ങനെ വരുന്ന മരുന്നുകളുടെ പെർസെന്റേജ് ആണ്. ഇതിനകത്ത് ഫോർമുല തന്നെ നിങ്ങൾക്ക് എഴുതാലോ. നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറർ പ്രോൺ അബ്രിവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് റിവ്യൂഡ്. അവർ റിവ്യൂ ചെയ്തിട്ടുള്ള അവിടെ അവലോകനം ചെയ്തിട്ടുള്ള ചാർട്ടുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പെർസെന്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. Error prone abbreviation should be defined in accordance with the guidelines set down by for safe medication practice. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന ഇറർ പ്രോൺ അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ? സുരക്ഷിതമായ മരുന്നുകൾക്കായി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡം അനുസരിച്ചുള്ള ഒരു നിർവചനം. അതായത് സേഫ്റ്റി കൊടുത്തേക്കാണ്. നമ്മൾ അബ്രിവേറ്റഡ് ഫോംസുകൾ കറക്റ്റ് ആയിട്ട് ഒരു ചാർട്ടില് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് അവിടെ ഇററുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് നമ്മൾ എഴുതുന്നതിൽ ഇററുകൾ വന്നാൽ, അബ്രിവേഷൻ ഇററുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കതും ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അത് കാണുന്നത് എങ്ങനെയാ? നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറർ പ്രോൺ അബ്രിവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് റിവ്യൂ. അവിടെ അവലോകനം ചെയ്തിട്ടുള്ള ചാർട്ടുകൾ, മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 ചെയ്യുക. ഇനി ആറാമത്തെ, പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അടുത്ത് നോക്കിയേ, നമ്മള് ഡ്രഗുകള് മരുന്നുകളോടുള്ള റിയാക്ഷൻ. അഡ്വേഴ്സ് എന്ന് വെച്ചാൽ പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻ. അതായത് ഇപ്പം ഒരു മരുന്ന് നമ്മൾ കൊടുത്തു, 5 ഇല്ല, 1ഉം 4ഉം നിങ്ങൾ അതിൽ നോക്കിയാൽ മതി കേട്ടോ. 1ഉം 4ഉം നോക്കാം. അടുത്ത് വല്ലുണ്ട്, ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ടന്റ് ഒക്കെ വരുന്നുണ്ട്. ഇനി നോക്കിയാൽ അടുത്തത് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അതായത് നമ്മള് ഡ്രഗുകൾ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അതിന് ഒരു പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാകുന്നില്ലേ, അതിന്റെ പെർസെന്റേജ്. ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അടുത്ത് നോക്കിയേ, എങ്ങനെ ഓർത്തേക്കാണ്? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഈസ് എ റെസ്പോൺസ് ടു ഡ്രഗ് വിച്ച് ഈസ് ടോക്സിക് ആൻഡ് unintended which happens at doses normally used in man for prophylaxis. prophylaxis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രോഗനിവാരണം. then diagnosis രോഗനിർണയം,
or therapy of disease or for the modification of psychological functions. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മള് നമ്മള് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞ നമ്മളെ കിടത്തി ചികിത്സകളിലല്ലേ ഇൻപേഷ്യന്റ് കിടത്തി ചികിത്സയില് നമ്മൾ കൊടുക്കുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും മരുന്നുകൾ ടോക്സിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഈ കൊടുക്കുന്ന ഡോസിൽ കൂടുതലൊക്കെ വന്നിട്ട് എന്തെങ്കിലും ആ മരുന്നുകളോടുള്ള ഒരു റിയാക്ഷൻ, ചിലപ്പോ ഒരു അലർജി പോലെയാകാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അത് നമ്മൾ സാധാരണ ഡയഗ്നോസിസ് സമയത്ത് പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞ രോഗനിവാരണം ചെയ്യുമ്പോൾ, പിന്നെ ഡയഗ്നോസിസ് സമയത്ത് തെറാപ്പി, ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ ഫങ്ഷൻ മോഡിഫിക്കേഷൻ എന്നുള്ള സാഹചര്യങ്ങളിലൊക്കെ ആ ഡ്രഗ്സിനോട് ഒരു റിയാക്ഷൻസ് സംഭവിക്കാം. അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ് നോക്കും. അപ്പൊ നമ്മൾ ഒരുപാട് ഇങ്ങനെ പ്രശ്നങ്ങൾ കാണിക്കുവാണെങ്കിൽ അതെന്താ അത്ര നല്ല ഇതല്ല, ക്വാളിറ്റി അല്ല എന്നുള്ളതിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അപ്പൊ അങ്ങനെ ആ ഡോസുകൾ കൊടുക്കുന്നതൊക്കെ ആണെങ്കിലും നമുക്ക് കറക്റ്റ് ഡോസിലും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ അതിന്റെ പെർസെന്റേജ് നോക്കുകയാണ്. ഫോർമുല എന്താ പറഞ്ഞേക്കുന്നത്, നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഇൻറ്റു 100 കേട്ടോ. എന്നിട്ട് പറഞ്ഞേക്കുന്നത് എന്താ, നമ്മൾ ആ നമ്പർ ഓഫ് പേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, ആ ഡ്രഗ് റിയാക്ഷനോട് അഡ്വേഴ്സ് എന്ന് വെച്ചാൽ പ്രതികൂലമായിട്ടുള്ള അത് പ്രതികൂലമായി വരുന്ന പേഷ്യൻസിന്റെ എണ്ണം, പ്രതികൂലമായി കാണിക്കുന്ന പേഷ്യൻസിന്റെ എണ്ണത്തെ നമ്പർ അവിടെയുള്ള മൊത്തം ഇൻപേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഫോർമുലയിലൊക്കെ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയേ. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയല്ലേ നോക്കിയേ ന്യൂമറേറ്റർ വരുന്നേ, നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ്, മൊത്തത്തിലുള്ള ഇൻപേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മരുന്നിനോട് പ്രതികരിക്കുന്ന ഒരു പ്രതികൂലത ഡെവലപ്പ് ചെയ്യുന്ന ആ പേഷ്യൻസിന്റെ എണ്ണം, അവരെ മൊത്തം ഇൻപേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു പെർസെന്റേജ് ആയതുകൊണ്ട് നേരെ 100 ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ആറാമത്തെ. ഇനി ഏഴാമത്തെ ഇമ്പോർട്ടന്റ് ആണ് 7th one. ഫോർമുല പഠിക്കാൻ എളുപ്പമില്ലേ? ക്വസ്റ്റ്യൻ കിട്ടി എഴുതാലോ അല്ലേ? ഐഡന്റിഫൈ ചെയ്യാം. ന്യൂമറേറ്റർ എടുത്ത് തിരിച്ച് ഡിനോമിനേറ്ററിലേക്ക് എഴുതിയാലും ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് അങ്ങനെ എന്തായാലും തിരിച്ചിട്ടാലും നമുക്ക് ഓക്കെയാണ്. ഫസ്റ്റത്തെ നമ്മളൊന്ന് ന്യൂമറേറ്റർ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. അതിന് ന്യൂമറേറ്റർ മനസ്സിലാക്കാനുള്ള എളുപ്പവഴി നമ്മുടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കാം. അതിനകത്ത് മിക്കവാറും ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ന്യൂമറേറ്ററിലേക്ക് വരുന്നത്. നമ്മൾ വായിച്ച എല്ലാ ഇക്വേഷൻസിലും അങ്ങനെയാണ്. അടുത്ത് നോക്കിയേ, പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു 40. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ പ്ലാൻഡ് അല്ലാതെ ആസൂത്രിതമല്ലാതെ തിരിച്ചു വരുന്ന ആളുകളുടെ പെർസെന്റേജ് നോക്കും. അതായത് നമ്മളിപ്പോ ഒരു സാധാരണ ഒരു സർജറി ഒക്കെ നമ്മൾ പ്ലാൻഡ് ആണ്, ഇന്ന ദിവസം ഇത്ര മണിക്ക് സർജറി നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമ്മള് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാരണം നമ്മൾ പ്ലാൻഡ് അല്ലാതെ പെട്ടെന്ന് നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വീണ്ടും വരുന്ന പേഷ്യൻസിന്റെ എണ്ണം നോക്കാം. അപ്പൊ അത് ആർക്കടെ കുഴപ്പം? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മള് ചിലർക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം, ഇങ്ങനെ സിസേറിയനെ കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ഒക്കെ പഴുത്ത് വീണ്ടും അവര് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി വല്ല സർജറിയോ ക്ലീനിങ്ങോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം അല്ലേ? അപ്പൊ അവര് ചെയ്യുന്നതിൽ കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ആ ഒരു പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം, നമ്മുടെ കയ്യിലുള്ള ഇത് കൊണ്ടും സംഭവിക്കാം. എങ്കിൽ പോലും പല കാര്യം കൊണ്ട് അങ്ങനെ നമ്മള് പ്ലാൻഡ് അല്ലാതെ ഓപ്പറേഷൻ ചെയ്ത് ഇപ്പൊ ഒരു പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു വരുന്ന രോഗികളുടെ പെർസെന്റേജ് അത് കുറവായിരിക്കണം അല്ലെ? അത് കുറവാണെങ്കിലാണ് നല്ല ക്വാളിറ്റി അവരുടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നോക്കിയേ, അൺപ്ലാൻഡ് റിട്ടേൺ ടു ദ OT ഓപ്പറേഷൻ തിയേറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് എനി സെക്കൻഡറി പ്രൊസീജിയർ. കണ്ട, രണ്ടാമത്തെ, ആദ്യത്തെ പ്രാവശ്യം അല്ല, ആദ്യ സർജറി കഴിഞ്ഞു വീണ്ടും രണ്ടാമത്തെ ഒരു സെക്കൻഡറി പ്രൊസീജിയർ ആണ്. നീഡഡ് ഫോർ എ കോംപ്ലിക്കേഷൻ. കണ്ടോ, കോംപ്ലിക്കേഷൻ ആയിട്ട് ദാറ്റ് റിസൾട്ട് ഇൻ ഡയറക്ട്ലി ഫ്രം ദ ഇൻഡെക്സ് ഓപ്പറേഷൻ ഡ്യൂറിംഗ് ദ സെയിം അഡ്മിഷൻ. ഫോർ എക്സാമ്പിൾ പറഞ്ഞതിന്റെ അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ്.
പോസ്റ്റ് ഓപ്പറേറ്റീവ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ബ്ലീഡിംഗ് ഒക്കെ കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ളത്. പിന്നെ ഡിബ്രിഡിമെന്റ് എന്ന് പറഞ്ഞാൽ മുറിവില്ലേ, ആ സർജറി ചെയ്ത മുറിവ്, അതിൽ നിന്നുള്ള ഡെഡ് സെല്ലുകള്, പിന്നെ അതുപോലെ തന്നെ ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ നീക്കം ചെയ്യുന്ന പ്രക്രിയ. അങ്ങനെ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ട് ആ സ്റ്റിച്ച് വേണമെങ്കിൽ പഴുക്കാം അല്ലെ. അപ്പൊ വീണ്ടും ഇങ്ങനെ ആരെങ്കിലും വീണ്ടും സർജറി ചെയ്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ട് വീണ്ടും സർജറിക്ക് വിധേയരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ്, ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ബ്ലീഡിങ് ഒക്കെ അങ്ങനെ വന്നിട്ടുള്ളതാകാം. ഡിബ്രിഡിമെന്റ് എന്ന് പറഞ്ഞ എന്താണ്, നമ്മൾ ആ വൂണ്ടില്ലേ, നമ്മൾ ആ സർജറി ചെയ്ത ആ വൂണ്ടിൽ നിന്നുള്ള ഡെഡ് കോശങ്ങളെയും പിന്നെ എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസെയൊക്കെ റിമൂവ് ചെയ്യുന്നത്. സെക്കൻഡറി സ്റ്യൂട്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുന്നല്, അതായത് രണ്ടാമത് സ്റ്റിച്ചിങ് ഒക്കെ ഇടേണ്ട വരികയാണെങ്കിൽ രണ്ടാമത് സ്റ്റിച്ചിങ് ഒക്കെ സ്റ്യൂട്ടറിങ്, തുന്നല്, സ്റ്റിച്ച് ഇടേണ്ടത് വന്നാല്. ആൻഡ് എംബോലക്ടമി എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് വെസൽസ് ഇല്ലേ, രക്തക്കുഴലിൽ നിന്നൊക്കെ അങ്ങനെ സർജറി ഒക്കെ ചെയ്യുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ബ്ലഡ് കട്ട പിടിക്കുകയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം, ആ ബ്ലഡ് ക്ലോട്ട് ആയതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു സർജറിയാണ് എംബോലക്ടമി എന്ന് പറയാം. ബ്ലഡ് വെസൽസിലൊക്കെ ബ്ലഡ് കട്ട പിടിക്കുകയാണെങ്കിൽ ആ ബ്ലഡ് കട്ട പിടിച്ചതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു സർജറി. ആൻഡ് വേർവേഷൻ അണ്ടർ അനസ്തേഷ്യ എക്സെട്ര. അപ്പൊ അങ്ങനെ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആസൂത്രിതമല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസ് കാരണം കൊണ്ട് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരുന്ന രോഗികളുടെ എണ്ണം അത് കുറഞ്ഞിരുന്നാലല്ലേ അതിന്റെ പെർസെന്റേജ് നമ്മൾ നോക്കുകയാണ്. ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ അന്നൊരു 50 സർജറി ഉണ്ടായിരുന്നു, അതിൽ 40 പേരും ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് മടങ്ങി വന്നു. ആ പെർസെന്റേജ് നോക്കുമ്പോൾ അവിടെ പെർസെന്റേജ് കൂടുതലാണെങ്കിൽ എന്താ, നമുക്കൊരു നല്ലൊരു ഇത് ഉണ്ടോ, ആ ഹോസ്പിറ്റലിനെ കുറിച്ചൊരു നല്ലൊരു മതിപ്പ് അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ എല്ലാം ഓക്കെയാണെന്നുള്ളത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അതിന്റെ ഫോർമുല അറിയാലോ, നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു 40 ഉണ്ടോ, നേരെ കിടക്കണ്ട, ന്യൂമറേറ്റർ നേരെ എടുത്തേണ്ട, ആ ക്വസ്റ്റ്യൻ തന്നെ ന്യൂമറേറ്റർ ആണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് ഹൂസ് അണ്ടർവെന്റ് സർജറി ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ അങ്ങനെ മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ എണ്ണത്തെ മൊത്തം അവിടെ എത്ര സർജറി ചെയ്തു, സർജറി ആ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്ര സർജറി ചെയ്തു, ആ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ അല്ലേ? ജോബി ഉറങ്ങിയിട്ടില്ല കേട്ടോ, ജോബി ഇവിടെ ഒപ്പം തന്നെ തമ്മിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഉറങ്ങിപ്പോയോ? വീണ്ടും ചോദിക്കാൻ ഞാൻ ഇല്ല. ഓക്കെ, ഇനി അടുത്തത് 2 കൂടി നമുക്ക് നോക്കാം. 8ാമത് നോക്കി, percentage of surgeries where the organization procedure to prevent adverse event like wrong site, wrong patient and wrong surgery have been adhered to. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, 8ാമത്തെ ഇമ്പോർട്ടന്റ് ആണോന്നോ? ഇല്ല, നമ്മൾ 7 അല്ലേ അടയാളപ്പെടുത്തി വെച്ചത്, 8 ഇല്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് നമ്മുടെ ഇത് ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ പറഞ്ഞത് 1 പറഞ്ഞു, 4 പറഞ്ഞു, അതിന് 7 പറഞ്ഞു. ഇനി അടുത്തത് 8ാമത് നോക്കിയേ, percentage of surgeries where the organization of procedure to be prevent adverse event like a wrong site, wrong patient and a wrong surgery have been adhered to. എന്താ പറഞ്ഞേക്കുന്നത്, തെറ്റായിട്ടുള്ള സൈറ്റുകൾ അല്ലെങ്കിൽ റോങ് പേഷ്യന്റ്, തെറ്റായിട്ടുള്ള ഇപ്പൊ പേഷ്യൻസിനെയൊക്കെ തെറ്റായിട്ടുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ സർജറിയിൽ കുറെ നമ്മളിപ്പോ ഈ അടുത്തിടെ ന്യൂസിലൊക്കെ ഇങ്ങനെ സർജറി തന്നെ മാറിപ്പോയി, റോങ് സർജറി ചെയ്ത ഭാഗം മാറിപ്പോയി, പേഷ്യൻസ് വരെ മാറിപ്പോയ കേസുകളൊക്കെ ഇങ്ങനെയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ തുടങ്ങിയ ഹോസ്പിറ്റലിലെ പ്രതികൂല സംഭവങ്ങൾ തടയുന്നതിനുള്ള ഒരു ഓർഗനൈസേഷൻ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള ഒരു സർജറിന്റെ പെർസെന്റേജ്.
ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. റോങ് സൈറ്റ്, റോങ് പേഷ്യന്റ്, റോങ് സർജറി, ഇങ്ങനെയുള്ള സംഭവങ്ങൾ അഡ്ഹിയർ ചെയ്യാന്ന് വെച്ചാൽ എന്താ, തടയുക എന്നുള്ള, തടഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ കറക്റ്റ് പ്രൊസീജിയർ എല്ലാം ഓക്കെ ആയി ചെക്ക് ചെയ്ത് കറക്റ്റ് പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള ഒരു സർജറിയുടെ പെർസെന്റേജ്. നോക്കിയേ, നമ്പർ ഓഫ് സർജറീസ് വേർ ദ പ്രൊസീജിയർ വാസ് ഫോളോഡ്. അവിടെ പ്രൊസീജിയർ ഫോളോ ചെയ്ത് ചെയ്യുന്ന സർജറി. നമ്പർ ഓഫ് സർജറി വേർ ദ പ്രൊസീജിയർ വാസ് ആസ് ഫോളോഡ്. അവിടെ കറക്റ്റ് പ്രൊസീജിയർ ഫോളോ ചെയ്ത് ചെയ്യുന്ന സർജറികളുടെ എണ്ണത്തെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്. ആ മൊത്തം സർജറി അവിടെ പെർഫോം ചെയ്ത സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് നടത്തുന്ന സർജറികളുടെ എണ്ണത്തെ മൊത്തം അവിടെ പെർഫോം ചെയ്ത സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പെർസെന്റേജ് ആയതുകൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത 9ാമത്തെ നോക്കിയേ, പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. നമ്മൾ പഠിച്ചാണ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ബാങ്കിൽ പഠിച്ചില്ലേ, ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രോം വൺ പേഴ്സൺ ടു അനദർ, അതിനാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ പറഞ്ഞു അതൊരു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ്, നമുക്ക് നമ്മുടെ ജീവൻ വരെ അപകടത്തിലാക്കുന്ന ഒരു പ്രോസസ്സാന്ന് പറഞ്ഞു. നമ്മൾ ആ ഡോണറിന്റെ കറക്റ്റ് ക്രോസ് മാച്ച് ചെയ്ത് മാച്ച് ആയിട്ടുള്ള ബ്ലഡ് മാത്രമേ നമുക്ക് അത് റിസീവ് ചെയ്യുന്നവരെ സ്വീകരിക്കാൻ പാടുള്ളൂ. അതിപ്പോ നമ്മൾ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴുള്ള ബ്ലഡ് ഗ്രൂപ്പുകളോ അതിന്റെ മാച്ചിങ് ഒക്കെ നമ്മൾ ഏത് ഗ്രൂപ്പുകാർക്ക് ഏതൊക്കെ ചേരും അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ പഠിച്ചതാ. അപ്പൊ അങ്ങനെയുള്ള ഇതിന്റെ പെർസെന്റേജ് ആണ് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ പെർസെന്റേജ്. ഓക്കെ, ഇനി ഹോസ്റ്റൈൽ. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വേഴ്സ് എന്ന് തന്നെയാട്ടോ മീനിങ്. വിരുദ്ധമായ അല്ലെങ്കിൽ പ്രതികൂലമായ, വിരുദ്ധമായ അല്ലെങ്കിൽ പ്രതികൂലമായ. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത്, എത്രാമത്തെ നമ്മൾ പറഞ്ഞേ, 9ാമത്തെ. അത് അണ്ടർലൈൻ ചെയ്ത് ടിക്ക് കിട്ടും കേട്ടോ. 9ാമത്തെ percentage of transfusion reaction. Any hostile reaction to be transfusion of blood or blood components should be considered as transfusion reaction. It may range from a mild allergic reactions to life-threatening complication. Such as ഇവിടെ പറഞ്ഞേക്കുന്ന നോക്കി. അപ്പൊ ഇങ്ങനെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ എന്താണ്, ക്രോസ് മാച്ച് ചെയ്ത് കറക്റ്റ് ബ്ലഡ് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പല റിയാക്ഷൻസ് ഉണ്ട്, അലർജിക്, ചെറിയ ചെറിയ അലർജിക് റിയാക്ഷൻസ് മുതൽ അവരുടെ ജീവൻ അപകടത്തിലാകുന്ന വരെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കാം. സച്ച് ആസ് അവിടെ പറഞ്ഞേക്കുന്ന ട്രാലി, TRALI, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചേരെ, നമ്മുടെ നോട്ടിലില്ല. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് acute 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 lung injury. Transfusion related acute lung injury. അപ്പോൾ ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അക്യൂട്ട് ആയിട്ടുള്ള ലങ് ഇഞ്ചുറി. പിന്നെ ആൻഡ് ഗ്രാഫ്റ്റ് വേഴ്സസ് പോസ്റ്റ് ഡിസീസ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ അത് ഡോണർ ഇല്ലേ, ആ ഡോണറിന്റെ ആ ഇമ്മ്യൂണിറ്റി സെൽസുകൾ, രോഗപ്രതിരോധ കോശങ്ങൾ അത് റിസിപ്പിയന്റിന്റെ കോശങ്ങളെ ആക്രമിക്കുമ്പോൾ ഈ ഡോണറിന്റെ ഇമ്മ്യൂണിറ്റി റെസിസ്റ്റൻസ് ആയിട്ടുള്ള കോശങ്ങൾ, രോഗപ്രതിരോധ കോശങ്ങൾ, ഡോണറിന്റെ രോഗപ്രതിരോധ കോശങ്ങൾ റെസിപ്പിയന്റിന്റെ രോഗപ്രതിരോധ കോശങ്ങളെ ആക്രമിക്കുമ്പോൾ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ ആണ് ഗ്രാഫ്റ്റ് വേഴ്സസ് പോസ്റ്റ്. അപ്പൊ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്. ഓക്കെ, സഫീറ, TRALI, ട്രാലി എന്ന് പറഞ്ഞാൽ ട്രാലി ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ആ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ പെർസെന്റേജ് നോക്കിയേ. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ നേരെ കിടക്കുന്നുണ്ട്, ക്വസ്റ്റ്യനിലുണ്ട് ന്യൂമറേറ്റർ, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്. അവിടെ ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഫോർമുലാസ് നോക്കി വെക്കുക കേട്ടോ. അതൊന്ന് ടിക്കറ്റ് വെച്ചേക്കാം. ഇനി അടുത്ത് ഒരെണ്ണം കൂടി നോക്കാം. 10 എണ്ണം നോക്കാന്ന് വിചാരിച്ചാണ്. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. മോർട്ടാലിറ്റി എന്താ? മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണനിരക്ക്, ICUയിൽ ഉണ്ടാകുന്ന ആ മരണനിരക്കിന്റെ ഒരു പെർസെന്റേജ് ആണ് ഇവിടെ റേറ്റ്. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർ ICU. ഓക്കെ,
നയൻത് ഫോർമുല ഒന്ന് കാണിക്കുമോ? നോക്കിയേ, നയൻത് ഫോർമുല എന്താ? നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ, ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ് ഇൻറ്റു 100. ലാസ്റ്റ് പെട്ടെന്ന് നോക്കാം. എന്താ പറഞ്ഞേക്കുന്ന? ഐസിയിലുള്ള മോർട്ടാലിറ്റി റേറ്റ് ഒരു നിശ്ചിത കാലയളവില് നമ്മൾ ഗ്രഹിച്ചതോ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഐസിയിൽ ശരിക്കും സംഭവിച്ച ആ മോർട്ടാലിറ്റി മരണനിരക്ക്, അതുപോലെ തന്നെ അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രിഡിക്റ്റ് ചെയ്യുന്ന ഡെത്തുകൾ, ഇപ്പൊ വെന്റിലേറ്ററിലും ഒക്കെ കിടക്കുന്ന പേഷ്യൻസ് നമുക്കറിയാം എന്തായാലും മരിക്കും എന്നുള്ളത്. അങ്ങനെ നമ്മൾ മരണം പ്രിഡിക്റ്റ് ചെയ്ത ഡെത്തുകൾ ഉണ്ടല്ലോ, എന്തായാലും സംഭവിക്കും എന്നുള്ള അങ്ങനെയുള്ള ഡെത്തിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, is a standardized mortality ratio is the ratio of the perceived or actual mortality and anticipated mortality for a specific time period. ഒരു പ്രത്യേക സമയത്ത് ഐസിയിൽ സംഭവിച്ച ഡെത്തുകളുടെ എണ്ണം, അതിനെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ള ഡെത്തുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇക്വേഷൻ ഒന്ന് നോക്കിയേ, ആക്ച്വൽ ഡെത്ത് ഇൻ ICU, ഐസിയിൽ ശരിക്കും സംഭവിച്ച ഡെത്ത്, ആക്ച്വൽ ഡെത്ത് ഇൻ ICU ഡിവൈഡഡ് ബൈ പ്രിഡിക്റ്റഡ് ഡെത്ത്, ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്ത അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇപ്പൊ ഒരു ഐസിയിൽ 20 പേരുണ്ട്, അതില് ശരിക്കും മരിച്ചവര് നമ്മളൊരു 10 പേര് അതില്, അല്ലെങ്കിൽ 10 പേര് ഉണ്ട് അല്ലെ, ഒരു 5 പേര് അതിൽ മരിച്ചു എന്ന് വിചാരിക്കുക, ശരിക്കും മരിച്ചതാണ്. ഇനി ചിലപ്പോൾ 2-3 പേര് ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും, അങ്ങനെയുള്ളത്. അപ്പൊ മൊത്തത്തിലുള്ള എണ്ണം കൂടെ പ്രിഡിക്റ്റഡ് ഡെത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, അപ്പൊ ഇക്വേഷൻസ് നോക്കാം. അപ്പൊ നമ്മൾ അതിനകത്ത് എത്രയൊക്കെ പറഞ്ഞത് വേഗം ഞാൻ പറയാം. 1, 4, 7, 9. ഓക്കെ, അത്ര അടയാളപ്പെടുത്തിയത് കേട്ടോ. ഞാൻ നോക്കട്ടെ, 10th 1, 1, 4, 7, 9. ഓക്കെ, താങ്ക് യു. ഇപ്പൊ മിസ് അവിടെ 2 മിനിറ്റ് വൈകി. ഓക്കെ, ഞാൻ ആ 10 അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ച. ഓക്കെ, ബൈ. നമുക്ക് നാളെ ഉണ്ടല്ലോ, ബാക്കി നാളെ നോക്കാം. താങ്ക് യു.